അയോധ്യ രാമക്ഷേത്രത്തിലെ തിരുമറിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലോക്സഭാ MP ആയ അസാദുദ്ദീൻ ഒവൈസിയുടെ ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലും മറ്റും വൈറലാകുന്നത്. അസാദുദ്ദീൻ ഒവൈസി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ട്രസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ അതിൽ മുസ്ലിം പേരുള്ള ഒരാളെ കൂടി ആഡ് ചെയ്യണമായിരുന്നു. എങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ നടന്നപ്പോൾ ആ മുസ്ലിം പേരുള്ള ആളെ കരുവാക്കി അയാളുടെ വീടും തകർത്ത് കളഞ്ഞിട്ട് എല്ലാം തന്നെ നിങ്ങൾക്ക് ശരിയാക്കി എടുക്കാമായിരുന്നു എന്നാണ് ഒവൈസി പറഞ്ഞത്. സത്യത്തിൽ അതാണ് സത്യം. നമ്മുടെ ഇന്നത്തെ രാജ്യത്തിന്റെ അവസ്ഥയും അത് തന്നെയാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഈ രാമക്ഷേത്രത്തിൽ കൊള്ള നടത്തിയ ട്രസ്റ്റിൽ മുസ്ലിം പേരുള്ള ഒരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ എല്ലാ ബ്ലെയിമും അയാളുടെ തലയിലേക്ക് തന്നെ എത്തിച്ചേരുമായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഇവിടുത്തെ ഹിന്ദുത്വവാദികളായ അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂലികളായ ആളുകൾ പറയുന്നത് അവിടെ നിന്ന് പൈസ മോഷ്ടിച്ചതിൽ എന്താണ് തെറ്റ്, അത് ഹിന്ദുവിൻ്റെ പൈസയാണ്, അത് ഹിന്ദു എടുത്തു, അതിൽ മറ്റുള്ള ആരും തന്നെ ഇടപെടേണ്ട ആവശ്യമില്ല എന്നാണ് ഹിന്ദുത്വവാദികളുടെ വാദം. ഒരു അഴിമതിയെ മതം കാരണം എങ്ങനെയാണ് ന്യായീകരിക്കുന്നത് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇവരുടെയെല്ലാം വാക്കുകൾ. ഹിന്ദുക്കൾ പൈസ നൽകുന്നു, ഹിന്ദുക്കൾ മോഷ്ടിക്കുന്നു, അതിൽ മറ്റാരും ഇടപെടണ്ട. നിങ്ങൾ എത്രത്തോളം പൈസ രാമക്ഷേത്രത്തിൽ നൽകിയിട്ടുണ്ട്? അങ്ങനെ പൈസ നൽകിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടുത്തെ അഴിമതിയിൽ ഇടപെടേണ്ട ആവശ്യവുമില്ല, അതിൽ അഭിപ്രായം പറയേണ്ട ആവശ്യവുമില്ല എന്നാണ് ഇവരുടെയൊക്കെ ന്യായം. ആലോചിക്കണം, 200 കോടിയിലധികം രൂപയുടെ അഴിമതിയാണ് രാമക്ഷേത്രത്തിൽ നടന്നിരിക്കുന്നത്. SIT അന്വേഷണത്തിൽ 8 പേര് അറസ്റ്റും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം താഴേക്കിടയിലുള്ള തൊഴിലാളികളാണെന്നും എന്നാൽ മുകളിലുള്ള ആൾക്കാരെ ഇതുവരെ തൊടാൻ കഴിഞ്ഞിട്ടില്ല എന്നും വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവാണ് ആദ്യമായിട്ട് രാമക്ഷേത്രത്തിലെ അഴിമതിയെക്കുറിച്ച് പുറം ലോകത്തെ അറിയിച്ചത്. പക്ഷേ അന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇവിടുത്തെ ഹിന്ദുത്വവാദികളും BJP നേതാക്കളും തള്ളിക്കളഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് സംഘപരിവാറിനുള്ളിൽ നിന്നും BJPയുടെ ഉള്ളിൽ നിന്നും ഇതേ അഭിപ്രായം ഉയർന്നപ്പോഴാണ് കള്ളി വെളിച്ചത്തായത്. അങ്ങനെയാണ് യോഗി സർക്കാരിന് SIT അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നത്. യോഗി സർക്കാർ പോലും പറഞ്ഞത് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് രാമനോടുള്ള അപമാനമാണ് എന്നാണ്. ഇങ്ങനെയൊക്കെയാണ് ഇവർ ഒരു അഴിമതിയെ ന്യായീകരിക്കുന്നത്. ഇവിടുത്തെ സംഘപരിവാർ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പോലും ഇപ്പോൾ അനക്കമില്ലാതെ കിടക്കുകയാണ്. അവരും ആഗ്രഹിക്കുന്നത് ഇതിൽ ഒരു മുസ്ലിം പേരുള്ള ഒരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ എല്ലാം അവരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാം എന്നായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, പിടിക്കപ്പെട്ടവരിൽ ആരും തന്നെ അത്തരത്തിലുള്ള ആളുകളില്ല. അല്ലെങ്കിൽ തന്നെ ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിലേക്ക് ഒരു മുസ്ലിം വരികയുമില്ല. അങ്ങനെ വരണമായിരുന്നു എന്നാണ് ഒവൈസി പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇതെല്ലാം അയാളുടെ തലയിലിട്ട് അയാളുടെ വീടും ഇടിച്ചു കളഞ്ഞ് എല്ലാവർക്കും രക്ഷപ്പെടാമായിരുന്നു. ഒവൈസിയുടെ വാക്കുകൾ കാണിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. 200 കോടിയിലധികം രൂപയുടെ അഴിമതി നടത്തിയ, മോഷണം നടത്തിയ ആളുകളെ വളരെ നിസ്സാരവത്കരിച്ചാണ് ഈ രാജ്യം കാണുന്നത്. കാരണം മറ്റൊന്നുമല്ല, അവരുടെ മതം എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. പക്ഷേ അന്യമതത്തിൽ നിന്നൊരാളായിരുന്നു ഈ അഴിമതി നടത്തിയിരുന്നത് എങ്കിൽ ചിലപ്പോൾ കളി തന്നെ മാറിയേനെ. എന്തിനേറെ പറയുന്നു, ഹിന്ദുത്വ ശക്തികളല്ല ഭരിച്ചിരുന്നത് എങ്കിൽ പോലും ഇപ്പോൾ ഉണ്ടാവേണ്ട ഔട്ട്റേജ് ഇതൊന്നുമല്ല. ആലോചിച്ച് നോക്കുക, കോൺഗ്രസ് സർക്കാരോ അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയോ ആണ് ഉത്തർപ്രദേശ് ഭരിക്കുന്നത്. അപ്പോഴാണ് ഈ അഴിമതി നടന്നത് എന്നുകൂടി ആലോചിക്കുക. എന്തായിരിക്കും ഇവിടെ നടക്കുന്ന ഔട്ട്റേജ്? മുഖ്യമന്ത്രി വരെ രാജിവെക്കണം എന്നുവരെ ചിലപ്പോൾ സംഘപരിവാർ ഹാൻഡിലുകളും ഹിന്ദുത്വവാദികളും പറഞ്ഞനെ. പക്ഷെ എന്ത് ചെയ്യാം, ഭരിക്കുന്നത് BJP ആയിപ്പോയി. അവിടുത്തെ മുഖ്യമന്ത്രി BJPയുടെ മുഖ്യമന്ത്രിയായിപ്പോയി. അതുകൊണ്ട് തന്നെ ഇതിനെ നിസ്സാരവത്കരിക്കാനാണ് ഇവിടെയുള്ള ഹിന്ദുത്വവാദികളും സംഘപരിവാർ അനുകൂലികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.